ഹലോ, വെൽക്കം ടു മൈ ചാനൽ LJ വ്ളോഗ്സ്. ഇനിയിപ്പം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ ഇവിടെ UK ഇപ്പം ഒത്തിരി മലയാളികൾ, അതായത് ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ധാരാളം മലയാളികൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എത്തുന്നവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, പല രീതിയിലുള്ള കേരളത്തിൻ്റെ പല പ്രദേശത്തു നിന്ന് വരുന്നവർ, അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനത്ത് നിന്ന് വരുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പം പല കൾച്ചർ വ്യത്യാസമൊക്കെ ഉള്ളവരുണ്ട്, അതുപോലെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരിപ്പം ധാരാളം മലയാളികൾ കൂടി വരുന്നതനുസരിച്ച് ഇവിടെ ക്രൈം റേറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പം ഒരു റേപ്പ് കേസിൽ പെട്ട ഒരു മലയാളിക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികം നാൾ ആയില്ല, ഇപ്പം ഈയിടെയാണ്. അപ്പം അതായത് ഒരു ഡിപ്പെൻഡന്റ് വിസയിൽ വന്ന ഒരാളാണ്. പുള്ളിക്കാരനെ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു പേഷ്യൻറ്റിനെ സെക്ഷൽ അബ്യൂസ് ചെയ്തെന്ന്, അതായത് റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നായിരുന്നു. അപ്പം അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. ഒരു 41 വയസ്സുള്ളൊരു ലേഡി ആയിരുന്നു. അപ്പോൾ ഇപ്പം വിധി വന്നിരിക്കുന്നത് 13 വർഷം പുള്ളിക്കാരന് ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്നൊക്കെ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കുടുംബത്തെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാലേ നമുക്ക് എന്തൊരു അല്ലാത്ത അവസ്ഥയല്ലേ. അപ്പം നാട്ടിൽ നിന്നൊക്കെ വന്ന് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, രക്ഷപ്പെട്ടു പോകാം എന്നൊക്കെ വിചാരിച്ച് വരുന്നവരാണ് ഇങ്ങനെയുള്ള ഓരോ ഇതിലൊക്കെ ചെന്ന് അവരുടെ കുടുംബത്തിന് തന്നെ ഭയങ്കരമായ ഒരു അധപ്പതനം ഉണ്ടാകുന്നത്. 13 വർഷമൊക്കെ ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ മലയാളികളെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ഭയങ്കര, അതായത് നമ്മളോട് ഭയങ്കര കാര്യമാണ്, അങ്ങ് അടുത്തിടപെടുന്നുണ്ട്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും അവരെ, മേ അങ്ങനെ നമ്മളോട് ഭയങ്കര ക്ലോസ് ആണ്, അങ്ങനെയൊക്കെയാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും ഇങ്ങനെ ഒരു കേസ് വന്നു, റേപ്പ് കേസ് എന്നാണ് പറയുന്നത്. അതിന് 13 വർഷം ശിക്ഷയും വിധിച്ചു. അതിപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ. അതുകൊണ്ട് ഇപ്പം UK വരുന്ന മലയാളികൾ, ഇവിടെയുള്ള മലയാളികൾ, അത് പ്രത്യേകിച്ചും ആണുങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെയുള്ള പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും ക്രൈം റേറ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഭാവിയിലേക്ക് ഒത്തിരി വിസ പ്രശ്നങ്ങൾ, വിസ എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കേസ് വന്നത്, ഇങ്ങനെ വേറെ കുറച്ച് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ചൈൽഡ് അബ്യൂസ് പെടുന്നത്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ടുള്ള കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ പോലീസ് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ക്രൈം റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ട്രാപ്പ് വെച്ച് അങ്ങനെ പെട്ടുപോയ ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് ചിലപ്പോൾ അൺനോൺ നമ്പറിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അതായത് ഡേറ്റിംഗ് ആപ്പ് അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞ് അവർ ഇങ്ങനെ ചാറ്റ് ചെയ്യും. എന്നിട്ട് എത്ര വയസ്സെന്ന് ചോദിക്കുമ്പം 18 താഴെയുള്ള പ്രായവും പറയും. അപ്പം 18 ആയാലല്ലേ പ്രായപൂർത്തിയാവുള്ളൂ. അപ്പോൾ അതൊരു ചൈൽഡ് അബ്യൂസിലേക്ക് വരും. എന്നിട്ട് അവരിങ്ങനെ അവിടെ വാ എന്നൊക്കെ പറഞ്ഞ അവസാനം എല്ലാം ഇങ്ങനെ ചാറ്റ് ചെയ്ത് അടുപ്പാകുമ്പം ഇങ്ങോട്ട് വരാൻ പറയും. വന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം നോക്കുമ്പം പോലീസാണ് അവിടെ നിൽക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് തെളിവുണ്ടല്ലോ, ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ. അങ്ങനെ പെട്ടുപോയ മലയാളികളുണ്ട്. അത് സ്റ്റുഡൻസ് വിസയിൽ വന്നവരാണെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ ഫോൺ വഴിയാണെങ്കിൽ പോലും നമ്മൾ വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാം. അതുപോലെ വേറൊരു ഫ്രോഡ് നടക്കുന്ന ഒരു ക്രൈം നടക്കുന്ന ഒരു ഏരിയയാണ് വിസ ഫ്രോഡ് എന്നും പറഞ്ഞുകൊണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ കളിപ്പീര് പറ്റുന്നുണ്ട്. വിസ കിട്ടും എന്നും പറഞ്ഞ് പൈസയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വരുന്നവർ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് പ്രോപ്പറായ ഒരു താമസ സ്ഥലം പോലും ഇല്ല. ജോലി സ്ഥലത്ത് ആവശ്യത്തിനുള്ള അവേഴ്സ് കിട്ടുകയില്ല.
അവർക്ക് ജീവിക്കാനുള്ള പൈസ പോലും കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പം കൊണ്ടുവരുന്ന കൺസൾട്ടൻസിയോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ അതിൽ ഉത്തരവാദിത്വമൊന്നും എടുക്കുകയില്ല. ഇവിടെ വന്നു ഇട്ട് കഴിയുമ്പം അതിൽ പെട്ടുപോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അപ്പോൾ വിസായ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അത് ഏജൻസിയെക്കുറിച്ച് നല്ലൊരു അന്വേഷണം നടത്തി പ്രോപ്പറായിട്ടുള്ളതാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. നമ്മൾ ധാരാളം പൈസയൊക്കെ കൊടുത്ത് 15-20 ലക്ഷമൊക്കെ മുടക്കിയല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അവർ ശരിക്കും എടുത്തിയാടിയൊന്നും ചെയ്ത് ശരിക്കും അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് പൈസയായി നഷ്ടമാകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും തിരിച്ചും പോകാൻ മേല. ഇവിടെ ജീവിക്കാനുള്ള പൈസയില്ല, ഇവിടെ സമ്പാദിക്കാൻ ഒട്ടും പറ്റിയല്ല. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി ഏജൻസികളുണ്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള ഏജൻസികളായിരിക്കത്തില്ല. അവർ തൽക്കാലത്തിന് ഇങ്ങനെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഏജൻസി ഉണ്ടാക്കും. ഇത്രയും ഇവിടെ UK എത്തിക്കാം, ഇത്രയും പൈസ എന്നാൽ മതി, ഇച്ചിരി പൈസയൊക്കെ കുറച്ച് കാണിച്ചാലും അന്നേരം ആൾക്കാർ അതിൽ ചെന്ന് പെട്ടുപോകും. അങ്ങനെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ അക്കോമഡേഷൻ ഇല്ല, ജോലിയില്ല, അങ്ങനെ പെട്ടുപോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിപ്പോൾ ഇപ്പോൾ കെയർ ഹോമിലോട്ടൊക്കെ ആണേലും കെയറായിട്ട് വരുന്നവർ പോലും ഇപ്പോൾ ഒരു കെയർ ഹോമിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും അവർ പിന്നെ അവിടെ നിന്ന് അത് കെയർ ഹോമും കൂടെ കൂടി അവർക്കും കൂടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ആട്ടോ അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഉള്ള സ്റ്റാഫിന് അധികം അവേഴ്സ് കൊടുക്കല. അപ്പോൾ എന്നിട്ട് കൂടുതൽ സ്റ്റാഫിനെ കൊണ്ടുവരും പൈസയ്ക്ക് വേണ്ടിയിട്ടേ. അത് കഴിഞ്ഞ് അവിടെയുള്ള സ്റ്റാഫിന് അവേഴ്സ് കിട്ടാതെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ പിന്നെ അവർ അങ്ങനെയുള്ള ഒത്തിരി ഫ്രോഡൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പെട്ട് കഴിയുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. എന്നാൽ വേറെ എങ്ങോട്ടേലും മാറാന്ന് ഓർത്തുകൊണ്ട് ചോദിക്കുമ്പം റെഫറൻസ് വേണം. റെഫറൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഈ ഏജൻസികൾ കൊടുക്കാൻ മടിക്കുകയും ചെയ്യും. കാരണം അവർ പറയുന്ന അനുസരിച്ച് അവരുടെ കീഴിൽ നിന്നോണം എന്നുള്ള അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. അപ്പം നല്ല ഏജൻസികളും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒത്തിരി ഫ്രോഡ് നടക്കുന്നതായിട്ട് നമുക്ക് അറിവുണ്ട്. ഇപ്പോൾ ഈ വിസ ഫ്രോഡിനെ കുറിച്ച് ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഒരു എൻക്വയറി നടക്കുന്നുണ്ട്. അപ്പം ഏജൻസികളിലൊക്കെ അന്വേഷണം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഏജൻസികളിലൊക്കെ ഇങ്ങനെ എല്ലാം പ്രോപ്പറായിട്ടുള്ള ലൈസൻസ് ഇല്ലാത്തവരെയും അങ്ങനെയുള്ള ഫ്രോഡ് നടത്തുന്നവരെയൊക്കെ അവർ പ്രോപ്പറായ പേപ്പർ വർക്ക് ഇല്ലാത്തവരെയൊക്കെ അവരന്വേഷണത്തിൽ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാലും അതുവഴി വന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ദോഷം വരുമെന്നുള്ളത് നമുക്ക് അതും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ലീഡ്സിൽ ഒരു സംഭവം നടന്നു. അതും വിസ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത്. ഒരു മലയാളിയെ എല്ലാവരും കൂടെ തല്ലി, ഒരു ഗാങ് തല്ലി കാലും കൈയും എല്ലാം ഫ്രാക്ചറും ഒക്കെ ആയി ഒരുപാട് സീരിയസ് കണ്ടീഷനിലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതും ഒരു വിസ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ എന്തോ തർക്കമോ കാര്യങ്ങളോ വന്നപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പുതിയതായിട്ട് വന്ന ഒത്തിരി വേറൊരു കാര്യമാണ്, ഒത്തിരി ഇവിടെ വന്നിട്ട് അധികം നാളാകാത്തവർക്ക് ഇവിടുത്തെ അതായത് ഡ്രൈവിങ്ങിൽ വരുത്തുന്ന മിസ്റ്റേക്ക് ഉണ്ട് ഒത്തിരി. ഡ്രൈവിങ്ങിൽ അവർക്ക് ഇപ്പം നാട്ടിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുകൊണ്ടിരുന്നവരായിരിക്കും. അതുകൊണ്ട് അവർ പെട്ടെന്ന് അതിൻ്റെ ഇവിടെയും വണ്ടി എടുത്തിട്ട് അങ്ങ് ഇവിടുത്തെ നിയമങ്ങളൊന്നും പഠിക്കാതെയും ഒക്കെ. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്, ഒന്നും തെറ്റിക്കാനും പാടില്ല. അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ റോഡൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഇങ്ങനെ റോഡൊക്കെ മഴ പെയ്ത് തെന്നി കിടക്കുക, അല്ലെ ഐസ് വീണ് തെന്നി കിടക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിവില്ലാതെ ഓടിക്കുന്നവർ ഒത്തിരി അപകടത്തിൽപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന, ഇവിടെ വന്നിട്ട് അധികം നാളാകാതെ മരണപ്പെട്ടു പോയ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യത്തിലും കുറേ ഫ്രോഡൊക്കെ നടക്കുന്നുണ്ട്. അക്കോമഡേഷൻ കൊടുത്തു കഴിയുമ്പം ഇപ്പം ഒരിടത്ത് അക്കോമഡേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ നിന്ന് മാറാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാതിരിക്കുക. അതുപോലെ അക്കോമഡേഷന് ഭയങ്കരമായിട്ട് പൈസ മേടിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, അക്കോമഡേഷൻ എടുത്തിട്ട് അത് സബ്ലെറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ സബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അവരെടുത്തിട്ട് വേറെ ആൾക്കാർക്ക്
വാടകയ്ക്ക് കൊടുക്കും. ഇതൊക്കെ നിയമവിരുദ്ധം അവിടെ. അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റകൃത്യങ്ങളാണ്. അങ്ങനെ മലയാളികൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്, അതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഈ സ്റ്റുഡൻസ് പലരും പിന്നെ പൈസ ഒക്കെ കൊടുത്തൊക്കെ അസൈൻമെൻ്റൊക്കെ ചെറിയ പൈസക്കൊക്കെ അസൈൻമെൻ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ അവർ പറയും അങ്ങനെ പെട്ടുപോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവർ പിന്നെ അവരുടെ പറയുന്ന കാര്യങ്ങളിൽ നിന്നില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും. ഇതിപ്പം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും, നീ ഇങ്ങനെയാ അസൈൻമെൻറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മലയാളികൾ ഇവിടെ കൂടി, വിദ്യാർത്ഥികൾ കൂടി അങ്ങനെ ഒത്തിരിയും പിന്നെ ക്രൈം റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മലയാളികൾ ഇവിടെ വന്നിട്ടുള്ളവരും ഇനി വരാനിരിക്കുന്നവരും എല്ലാവരും ഒത്തിരി ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിലൊക്കെ. കാരണം ഇവിടെ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടുപോയി നമ്മുടെ റെക്കോർഡിൽ ഒരു ക്രൈം റെക്കോർഡ് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് ചെന്നാലും അത് നമ്മളെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. നമുക്ക് ഒരിടത്തും ജോലി ലഭിക്കാതെ വരും. അതുപോലെ തന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അത് കിട്ടാതെ വരും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരും. ഒരു കാരണവശാലും നമ്മൾ ക്രൈം റെക്കോർഡിൽ പെടാതെ നമ്മൾ നോക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. സ്റ്റുഡൻസൊക്കെ ഇവിടെ വരുന്നവരൊക്കെ അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നാട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്, നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ മുൻനിർത്തി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനത്തെയുള്ള താൽക്കാലികമായി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ട് ജീവിതം നശിപ്പിക്കാതെ നോക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിൻ്റെ അതുപോലെ ചെറുപ്പക്കാർ ഇവിടെ വരുന്നവരുടെ ഇടയിലും എല്ലാം ഡ്രഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളാണേലും അതിനുള്ള അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക. പിള്ളേരെ വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകരുത്, നല്ല കൂട്ടുകെട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നാട്ടിൽ നിന്ന് നമ്മുടെ തന്നെ പരിചയക്കാരുണ്ടെങ്കിൽ, ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നല്ല കൂട്ടുകെട്ടിലേക്കൊക്കെ പോകാൻ ശ്രമിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ പെട്ടുപോയാൽ പോയി. പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് ഡ്രഗൊക്കെ ഒത്തിരി നാട്ടിലും ഉണ്ടല്ലോ, ഡ്രഗ് യൂസ് ചെയ്യുന്നവർ. അതുപോലെ തന്നെ അതിലും കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതപ്പം യൂണിവേഴ്സിറ്റി അനുബന്ധമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്, ഡ്രഗ്സ് ഡീലുണ്ട്. അങ്ങനെ എല്ലാ സ്കൂളിൽ പോലും ഈ ഡ്രഗ്സിൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പോലും ഡ്രഗ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിജിലൻ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടുപോകാതെ വളരെ അധികം സൂക്ഷിക്കണം. അപ്പം നമ്മളൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പം അത് അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാകാൻ. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മദ്യത്തിൽ അതുപോലെ ഡ്രഗ്സിൽ ഒക്കെ പെട്ടുപോകാതെ, ചീത്ത കൂട്ടുകെട്ടുകളിലും പെട്ടുപോകാതെ നമ്മൾ നമ്മുടെ ജോലിയും കാര്യങ്ങളും പഠിത്തവും എല്ലാം നല്ല രീതിയിൽ നടത്തി ഒരു നല്ല ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ പിന്നെ ഹസ്ബൻഡ്സും വൈഫും ഒക്കെ ഇവിടെ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ജയിലിലായി പോകുന്ന ഭർത്താക്കന്മാരെ, പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഇച്ചിരൂടെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇച്ചിരൂടെ ഒരു പക്വതൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം ഇപ്പം തൽക്കാലം ചെറുപ്പത്തിൻ്റെ ഒരു ഇത് കൊണ്ടൊക്കെ ഇങ്ങനെ ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് പുറത്തറിയാതെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പം നമ്മളൊരു അരിശത്തിന് പോലീസിൽ പറഞ്ഞു. പിന്നെ അവർ കേസെടുത്തു. ഭർത്താവിനെതിരെ പിന്നെ ശിക്ഷാ നടപടികൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ആൾക്കാരൊക്കെ അറിയും. അതൊക്കെ ഒരു മോശമായിട്ട് വരുമ്പോഴത്തേനും അവർക്കൊരു നാണക്കേട് പോലെ വരും. അപ്പം നമ്മൾ അന്നേരത്തെ ദേഷ്യത്തിന് പിന്നെ നമുക്ക് ഈ ഗുരുതരമായ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പം കൊലപാതകം വരെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോലീസിൻ്റെ സഹായം തേടണം. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ കൊലപാതകം വരെ നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഉണ്ട് വെളിയിലുള്ള ഫോറിൻ കൺട്രീസിലൊക്കെ പലപ്പോഴും കൂടുതലായിട്ടും ഫാമിലിയിൽ കലഹം ഉണ്ടായിട്ട് കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറയുമല്ല. പിന്നെ അതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യുക. അങ്ങനെ അല്ലെ സുഹൃത്തുക്കളോട് സഹായം തേടുക. ഇതൊക്കെ ചെയ്യണം. പക്ഷേ മാക്സിമം ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതൊന്ന് അന്നേരത്തെ ദേഷ്യത്തിനുള്ള ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. അതതിൻ്റെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും ചെയ്യുക. പക്ഷേ ഇവിടെ ഒത്തിരി ക്രൈമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷെ കൂടുതൽ ആൾക്കാർ വരുന്നതോറും കൂടുതൽ ക്രൈം റേറ്റ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതെല്ലാവർക്കും ഒരു ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ മാത്രം ഇങ്ങനെ നടക്കുന്നുള്ളൂ, എല്ലായിടത്തും ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.